ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയല്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു 10 മിനിറ്റ് മുന്നേ നമുക്ക് എടുത്ത് പുറത്ത് വെക്കണം. എന്നിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. കാരണം ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു മുട്ടയാണ് നമുക്കിതിന് ആവശ്യം. ഇപ്പം ഞാനിവിടെ ഈ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനിതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. അടുത്തതായി 3 ടേബിൾ സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കണം. വറുത്ത റവയാണ് വേണ്ടത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലേ കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അതും 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. എങ്കിലാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു പ്രത്യേക മണമൊക്കെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുക്കരുത്. മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറക്റ്റ് പരുവം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിലെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. 1 മിനിറ്റ് സമയം പോലും വേണ്ട ഇത് വെന്ത് കിട്ടാനായിട്ട്. ഒരു 10-30 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇപ്പോൾ ദാ ഒരെണ്ണം ചുട്ട് മാറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും ഈ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10-30 സെക്കൻഡ് ആകുമ്പോൾ എടുത്തു നോക്കുക. അപ്പോൾ ദാ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ ഞാനിവിടെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടാവും. നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.